റഷ്യൻ കൂലിപ്പട്ടാളത്തെ ഭയന്ന മലയാളിയായ ജെയിൻ കുര്യൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജെയിനെ വീണ്ടും യുദ്ധമുഖത്ത് എത്തിക്കാൻ നീക്കം. ആശുപത്രി അധികൃതർ വഴി അറിയിപ്പ് ലഭിച്ചതായി യുവാവ്. പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാൻ ആവില്ലെന്നും സർക്കാരുകൾ വിഷയത്തിൽ ഇടപെടണമെന്നും ജെയിനിൻ്റെ അപേക്ഷ. സനു കെ സജീവ് ചേരുന്നു. സനു, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അനിൽ നമ്പ്യാർ, 2024 ജെയിനും ജെയിനിന്റെ സഹോദരി ഭർത്താവ് ബിനിലും അടങ്ങുന്ന 4 സംഘം തൊഴിൽ തേടി റഷ്യയിലേക്ക് പോകുന്നത്. റഷ്യയിലെത്തിയതിനു ശേഷം ഇവരെ നിർബന്ധിച്ച് കൂലിപ്പട്ടാളത്തിലേക്ക്, അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് ഇവരെ റിക്രൂട്ട് ചെയ്യുകയായിരുന്നു. ഈ ബിനിലും സഹോദരനുമാണ് ഈ ഒരു യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്ന. ഒപ്പം ഉണ്ടായിരുന്ന 2 പേർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ജനുവരി 7-ാം തീയതി, അതായത് 2025 ജനുവരി 7-ാം തീയതി ഉണ്ടായ ഒരു ഷെല്ലാക്രമണത്തിൽ ജെയിന് ഗുരുതരമായി പരിക്കേറ്റു. അതേപോലെ തന്നെ സഹോദരനായിരുന്ന ബിനിലിന്റെ മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിട്ടും ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ള ബിനില് മോസ്കോയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്ന് തിരിച്ച് സൈന്യത്തിലേക്ക്, അതായത് സൈനിക സേവനത്തിലേക്ക് തിരിച്ചെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മോസ്കോയിലെ ആശുപത്രി മുഖാന്തരമാണ് ഇപ്പോൾ രേഖാമൂലം സൈന്യത്തിന്റെ ഒരു ലെറ്റർ ലഭിച്ചിട്ടുള്ളത്. അതായത് മോചനം ഇനിയും വൈകിയാൽ തനിക്ക് സൈന്യത്തിലേക്ക് എത്തേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തിരിച്ച് നാട്ടിലെത്താനായിട്ട് സാധിക്കാതെ വരും. മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരും അതേപോലെ സംസ്ഥാന സർക്കാരും സന്നദ്ധ സംഘടനകളും തന്റെ മോചനത്തിന് വേണ്ടി അടിയന്തരമായി ഇടപെടണമെന്നാണ് ജെയിൻ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള വീഡിയോ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി ആൾക്കാരാണ് ഇത്തരത്തിൽ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ഉൾപ്പെട്ട് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തനിക്ക് നാട്ടിലേക്ക് തിരിച്ചുള്ള വരവും തന്റെ മോചനവും പ്രതിസന്ധിയിലാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നാണ് ജെയിൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ക്ലിനിക്സിലെ സൈനിക ആശുപത്രിയിൽ എത്തിയതിനു ശേഷം 30 ദിവസം അവിടെ ചികിത്സയിൽ തുടരാനും അതിനുശേഷം യുദ്ധമുഖത്തേക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലമാണ് സൈന്യം ജെയിന് കത്ത് നൽകിയിട്ടുള്ളത്. അനിൽ സാർ, ഒരു കാര്യം കൂടി, ഇതുപോലെ ജെയിൻ കുര്യനെ പോലെ ഇനി മലയാളികൾ അവിടെ ആശുപത്രിയിൽ കഴിയുന്നുണ്ടോ? നിലവിൽ ജെയിൻ മാത്രമാണ് ഇത്തരം ഒരു യുദ്ധമുഖത്ത് ഉൾപ്പെട്ട് പരിക്ക് പറ്റി ആ ആശുപത്രിയിൽ കഴിയുന്നതെന്നാണ് ജെയിന്റെ കുടുംബാംഗങ്ങൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ജെയിന്റെ തലയ്ക്കും അതേപോലെ കാലിനും ഗുരുതരമായി പരിക്കേറ്റാണ് ജെയിൻ ഈ ആശുപത്രിയിൽ, ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ജെയിൻ ഈ മോസ്കോയിലെ ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ മറ്റ് മലയാളികളൊന്നുമില്ല. മറ്റ് രാജ്യങ്ങളിലുള്ളവർ, ഈ കൂലിപ്പട്ടാളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള നിരവധി ആൾക്കാർ ഈ ഒരു ആശുപത്രിയിൽ ചികിത്സയിലുണ്ടെന്നും ജെയിൻ നാട്ടിലേക്ക് അയച്ചിട്ടുള്ള വിവിധ ശബ്ദ സന്ദേശങ്ങളിലും അതേപോലെ തന്നെ വീഡിയോ സന്ദേശങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ മലയാളിയായിട്ടുള്ള ജെയിൻ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. ജെയിനൊപ്പം ഉണ്ടായിരുന്ന സഹോദരി ഭർത്താവ് ജനുവരി 7-നുണ്ടായിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ ബിനിലിന്റെ മൃതദേഹവും നാട്ടിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അനിൽ. യെസ് സാനു, റഷ്യൻ കൂലിപ്പട്ടാളത്തെ ഭയന്ന മലയാളിയായ ജെയിൻ കുര്യൻ മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ജെയിനെ വീണ്ടും യുദ്ധമുഖത്തെത്തിക്കാൻ നീക്കം. ആശുപത്രി അധികൃതർ വഴി അറിയിപ്പ് ലഭിച്ചതായി യുവാവ്. പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാനാവില്ലെന്നും സർക്കാരുകളുടെ വിഷയത്തിൽ ഇടപെടണമെന്നും ജെയിനിൻ്റെ അപേക്ഷ. സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.